ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ളയാണ് എന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു. 1998 സ്വർണം പൊതിഞ്ഞ മറ്റ് പാളികളുമായി താരതമ്യം ചെയ്ത് VSSC ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്ഥിരീകരണം വന്നതോടെ കേസ് വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കേസ് അന്വേഷണത്തിൽ കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും. സ്വർണ്ണക്കൊള്ളയിൽ മാത്രമായി കേസ് ഒതുക്കാതെ UDF ഭരണസമിതി കാലത്തെ കുടിമരക്കൊള്ളയിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ SITയുടെ റഡാറിലേക്ക് എത്തുന്നത് ഇനി ആരൊക്കെയാകും? സ്വർണ്ണക്കൊള്ളയിലെ ചെമ്പ് തെളിയുമ്പോൾ അഴിക്കുള്ളിലേക്ക് ഇനി ആരൊക്കെ വരും? കാണാം RDX റാപ്പ്. ശാസ്ത്രീയ പരിശോധനയിലൂടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞെന്ന് ഉറപ്പിക്കുകയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ VSSCയിലെ ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴിയെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണക്കവർച്ചയ്ക്കായി പദ്ധതിയിട്ട കണ്ണികളെ തിരിച്ചറിഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകളും കണ്ടെത്തണമെന്നും കോടതി വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി ഉയർത്തിയ ആശങ്കകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ പറയുന്നു. സ്വർണ്ണക്കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ലെന്നും വ്യക്തമാക്കി. അതേസമയം കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഡാറ്റാ ഷീറ്റിൽ ചില പുതിയ വിവരങ്ങൾ താഴെ ബ്രേക്കിംഗ് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഡാറ്റാ ഷീറ്റ് പരിശോധിക്കാം. സ്വർണ്ണക്കവർച്ചയിൽ ഒതുങ്ങില്ല കാര്യം എന്നതാണ്. അന്വേഷണം സ്വർണ്ണക്കവർച്ചയിൽ മാത്രമായി ഒതുക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് കാണുകയും നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. SIT വഴി തുറന്നത് തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെയുള്ള അന്വേഷണം എന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിക്കുകയാണ്. ശബരിമലയിലെ കുടിമരം മാറ്റി സ്ഥാപിച്ചതിലും അന്വേഷണം വേണമെന്ന നിലപാട് ഹൈക്കോടതി ഇന്ന് എടുത്തിട്ടുണ്ട്. ഒരു DYSPയെയും CIയെയും കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്തു. കൂടുതൽ വലിയ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. 2 പതിറ്റാണ്ടിലധികം കാലത്തെ ഇടപാടുകളിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി നിലപാടായിട്ട് പറഞ്ഞത്. ഭരണസമിതിയുടെ തീരുമാനങ്ങളിലും ഇടപാടുകളിലും സമഗ്രമായ അന്വേഷണം തന്നെ നടത്തണം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 2024-25 കാലത്തെ ഇടപാടുകളിലും അന്വേഷണം അനിവാര്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകോവിലിലെ വാതിൽപ്പാളികൾ സംബന്ധിച്ച് നാളെ SIT പ്രത്യേകമായൊരു പരിശോധന നടത്തുന്നുണ്ട്. വ്യാപകമായ അന്വേഷണം നടത്തുകയാണ്. 7 പാളികളുടെയും സാമ്പിൾ ശേഖരിക്കാൻ SITക്ക് കോടതി ഇന്ന് അനുമതി നൽകുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ച ഒറ്റപ്പെട്ട കേസല്ല എന്ന വിലയിരുത്തലാണ് ഹൈക്കോടതി ഇപ്പോഴുള്ളത്. കുറെ കൂടെ വലിയ തോതിൽ അന്വേഷണം വേണ്ടിവരും എന്ന ഒരു തോന്നലാണ് ഹൈക്കോടതിക്കുള്ളത്. ഇത്രയുമാണ് ഹർഷ നമ്മുടെ ഡാറ്റ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുകയും നിരീക്ഷിക്കുകയും ചെയ്തതുപോലെ തന്നെ ഇത് വലിയ ഗൗരവതരമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇത് ഇവിടം കൊണ്ട് നിർത്താൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഭരണസമിതിയുടെയോ കാലത്ത് മാത്രം നിർത്തിയാൽ പോരാ. അങ്ങനെ അല്ലാതെയുള്ള വലിയ കൊള്ളകൾ നടന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ ഹൈക്കോടതിക്കുണ്ട്. അതിനുള്ള ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ ഇതിനകം തന്നെയും കോടതിക്ക് മുമ്പാകെ ഇതിനകം തന്നെയുള്ള അന്വേഷണത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണപ്പാളികൾ സമ്പൂർണ്ണമായി തന്നെ മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് ഏതാണ്ട് ഹൈക്കോടതി കടന്നിരിക്കുന്നു എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. കാരണം അതായത് സമ്പൂർണ്ണമായി ഇതിനെ മാറ്റിയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന സ്വർണ്ണപ്പാളി അത് സ്വർണ്ണം പൂശിക്കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതിനപ്പുറത്ത് ഇത് വേറെ തന്നെയാണ് എന്ന് വിലയിരുത്താവുന്ന സ്ഥിതി തൽക്കാലമുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ സ്വർണ്ണപ്പാളികളിൽ നിക്കൽ, അക്രലിക് പോളിമർ എന്നിവ ഇല്ലെന്നിരിക്കെ പുതിയ പാളികളിൽ ഇത് രണ്ടിൻ്റെയും സാന്നിധ്യമുണ്ട്. അതേസമയം മെർക്കുറിയുടെ സാന്നിധ്യമില്ല. ശാസ്ത്രീയ പരിശോധനയിൽ വെളിപ്പെട്ട സ്വർണത്തിൻ്റെയും നിക്കൽ പാളികളുടെയും കനവ്യത്യാസവും ആസൂത്രിത കുറ്റകൃത്യം നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. കേസിൻ്റെ വൈകാരിക സ്വഭാവവും കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സൂചനയും കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കോടതി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അന്വേഷണം നമ്മളിപ്പോൾ പരിമിതമായ വിവരങ്ങളാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പുറത്തു വിടുന്നില്ല എന്ന് തന്നെ പറയാമായിരുന്നു. കോടതിയാണെങ്കിലും രഹസ്യമായി തന്നെയാണ് ഈ കാര്യങ്ങളെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ വ്യാപ്തി എന്നത് ഇപ്പോഴാണ് ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. കുറെ അറസ്റ്റുകൾ നടന്നു എന്നുള്ളത് ഒഴിച്ചാൽ തന്നെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും കോടതി വെളിവാക്കുന്നില്ല എന്ന് അത് പറഞ്ഞു. കോടതി അങ്ങനെ ഭ്രമാത്മകമായിട്ടുള്ള വിവരങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് അർത്ഥം. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ടാണ് തുടർന്ന് അന്വേഷണം കൂടുതൽ വിശാലമായ അന്വേഷണം വേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളിത് പറഞ്ഞതാണ് ഈ ചർച്ചകളിൽ. കാരണം നമ്മൾ ഈ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞതാണ്, ഈ അന്വേഷണം എന്നത് ഏതെങ്കിലും ഒരു കാലത്ത് പരിമിതപ്പെടുത്തേണ്ടതല്ല. അതായത് ഈ പരിമിത കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറഞ്ഞ പക്ഷം
ഈ പോറ്റി അവിടെ കയറി പറ്റിയതിന് ശേഷമുള്ള ആ കാലത്തെ അവിടെ നടന്ന മുഴുവൻ മാറ്റങ്ങളും അല്ലെങ്കിൽ അവിടെ ഈ സ്പോൺസർമാർ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ പണികളും മരാമത്ത് പണികളും അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത്. കാരണം ആ ഓരോ മരാമത്ത് പണികളിലൂടെയും അവിടെ നിന്ന് എന്തെല്ലാം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതിപ്പോൾ നോക്കുക സനീഷേ, അതായത് ഈ നിക്കലും അക്രലിക് പോളിമറും ഒക്കെ സാധാരണ അതായത് ഈ പഴയ പണ്ട് നിർമ്മാണത്തിലിരുന്ന ആ പാളികളിലില്ല. ഇപ്പോൾ പുതിയതിൽ അതിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതെന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? ഇത് പൂശിയപ്പോൾ ഉണ്ടായതാണോ? അതല്ല, അത് മൊത്തത്തിൽ പൊളിച്ചു മാറ്റിയിട്ട് മാറ്റി വെച്ചതാണോ എന്നുള്ളതിൽ അത് മൊത്തത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് ഒരുപക്ഷെ കോടതി കടന്നിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. കാരണം അതൊരു പക്ഷേ അന്വേഷണത്തെ ബാധിച്ചേക്കാം ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടായാലും. എന്തായാലും ശരിയായ ദിശയിലാണ് ഇതുവരെ SITയുടെ അന്വേഷണം പോകുന്നത് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കോടതിക്കുള്ളത്. ഇടയ്ക്ക് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് വിയോജിപ്പുകൾ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഇതിനെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ബെഞ്ച് പറയുന്നത് ഇത് ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്നാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 2004 മുതൽ ഈ പോറ്റി എവിടെയുണ്ട്? ശബരിമലയിലുണ്ട്. ആ 2004 അതിനുശേഷം വന്നും പോയും ഇരിക്കുമ്പോഴും ഏതാണ്ട് സ്ഥിരമായി 2007 ശേഷം അയാൾ അവിടെയുണ്ട്. സ്പോൺസറുടെ റോളിലേക്ക് അയാൾ മാറിയിട്ടുണ്ട്. ഈ സഹായി എന്ന റോളിൽ നിന്ന് സ്പോൺസറുടെ റോളിലേക്ക് മാറിയിട്ടുണ്ട്. ഇക്കാലം അത്രയും തന്ത്രി കുടുംബവുമായി വലിയ ബന്ധം പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് തന്ത്രി ചൂണ്ടിക്കാട്ടുന്നതാണ് ശബരിമലയിൽ വരുത്തിയ മുഴുവൻ മാറ്റങ്ങളും എന്നതാണ് വസ്തുത. തന്ത്രി പറയുകയാണ് ഇവിടെ കൊടിമരം പൊളിച്ചു മാറ്റി പണിയണം എന്ന്. തന്ത്രി പറയുകയാണ് ഇതല്ലെങ്കിൽ ഈ വാതിലിന് വിടവുണ്ട് എന്നുള്ളത് തന്ത്രിയുടെ പരാതിയാണ്. അല്ലെങ്കിൽ തന്ത്രി പറയുകയാണ് ഈ ദിക്പാലകരെ മാറ്റണം എന്നുള്ള സംഗതികൾ പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് അതിന് ചുറ്റുമുള്ള എല്ലാ നിർമ്മാണങ്ങളിലും എവിടെ കുഴപ്പമുണ്ടെങ്കിലും അതിന് മാറ്റം വരുത്തണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത് തന്ത്രിയാണ്. അതവിടെ ഏതെങ്കിലും എഞ്ചിനീയർ ആവശ്യപ്പെട്ടതിന് ശേഷം തന്ത്രി ആവശ്യപ്പെടുകയല്ല. അല്ലെങ്കിൽ തന്ത്രി വഴി അത് മാറ്റത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അന്വേഷണം ഉറപ്പായിട്ടും വേണം. എന്തെല്ലാം തന്ത്രി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ എവിടെയെല്ലാം ഏതെല്ലാം സ്പോൺസർമാർ ഇടപെട്ടിട്ടുണ്ട്, കൊണ്ടുവച്ച സാധനം ഒറിജിനലാണോ, ഇത്രയുമെങ്കിലും വളരെ എളുപ്പത്തിൽ അവിടെ പരിശോധിക്കാം. ഇനി മറ്റൊന്നും കൂടിയുണ്ട്. SITയുടെ പരിശോധന അവിടെ തുടരുകയാണല്ലോ. മാത്രമല്ല അമിക്കസ് ക്യൂറിയുടെ പരിശോധന തുടരുകയാണ്. ഈ 2 പരിശോധനയിലൂടെയും ഇപ്പോൾ ഈ സ്ട്രോങ് റൂമിനുള്ളിൽ വെച്ചിരിക്കുന്ന സംഗതികളൊക്കെ യഥാർത്ഥത്തിലുള്ളത് തന്നെ, അതായത് ശരിക്കുള്ളത് തന്നെയാണോ, അത് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വാജിവാഹനം തിരിച്ചു വാങ്ങാതിരുന്നത് അത് ഒറിജിനലാണോ എന്നുള്ള സംശയം ദേവസ്വം ബോർഡിനുള്ളത് കൊണ്ടാണ്. അതിൻ്റെയും പരിശോധന നടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള വലിയ ഒരു തട്ടിപ്പിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. അതുതന്നെയാണ് കോടതിയുടെ വിലയിരുത്തലും. നിശ്ചയമായിട്ടും ഇത് കോടതിയുടെ വിലയിരുത്തൽ കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹർഷ, എനിക്ക് തോന്നുന്നു SITയുടെ അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല കോടതി എന്നത് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം പലതരത്തിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും പരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വിലയിരുത്തിയ പോലെ കണ്ടന്റ് എന്ന നിലക്കും ഇതിനൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണ സംഗതി എന്ന നിലക്കും ഇതിനൊരു നിലനിൽപ്പുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ആളുകൾക്കൊക്കെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ കാര്യത്തിൽ എന്താണ് നടന്നത് എന്നത് വെളിവാവുകയും കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ ദേവസ്ഥാനത്തിൻ്റെ ശബരിമലയുടെ ഒരു മാഹാത്മ്യം അങ്ങനെ തന്നെ നിൽക്കുന്ന വിധത്തിൽ അതിനോട് ആ ബഹുമാനം എല്ലാവരും കാണിക്കുന്ന വിധത്തിലേക്ക് ഭാവിയിലേക്കുള്ള ഒരു ശിക്ഷ കുറ്റം ചെയ്ത ആൾക്ക് കിട്ടുക എന്നുള്ളതുമാണല്ലോ. അപ്പോൾ അത് ആ വഴിക്ക് നടക്കണം. അത് രാഷ്ട്രീയമായിട്ട് ആരൊക്കെ എന്തൊക്കെ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ വിശ്വാസ ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്. ആ നിലക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം എതിർക്കപ്പെട്ടാലും SITയുടെ അന്വേഷണം നമുക്ക് ശുഭകരമായ വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിലയിരുത്താവുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ഇന്നിപ്പോൾ ഹൈക്കോടതി ഒരു നെഗറ്റീവായിട്ടുള്ള റിമാർക്സും നമ്മൾ അറിഞ്ഞിടത്തോളം SITക്ക് നേരെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകൂ, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യൂ, കൂടുതൽ വിശാലമായിട്ട് അന്വേഷിക്കൂ എന്ന ഒരു പോസിറ്റീവായുള്ള റിമാർക്സ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്രാധാന്യം കൂടെ ഇതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ഹർഷ. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ കൊടിമരം സ്ഥാപിച്ചതിലും സമഗ്ര അന്വേഷണം നടത്താനുള്ള പദ്ധതി SITക്കുണ്ട് എന്നാണ്. അത് ഇതുകൊണ്ട് മാത്രമല്ല, പുതിയ കൊടിമരം സ്ഥാപിക്കാൻ തീരുമാനിച്ചു, തന്ത്രി ഇങ്ങനെ പറഞ്ഞു, സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിന് സ്പോൺസർഷിപ്പ് തേടിയിരുന്നത്രേ. സ്പോൺസർഷിപ്പ് തേടിയിട്ട് 3,20,00,000 രൂപ അതിന് കിട്ടിയത്രേ. എന്നിട്ട് അതിന് ശേഷവും പക്ഷേ അന്നത്തെ ബോർഡ് 2.5 കോടിയിലേറെ രൂപ പിരിച്ചത്രേ. അതായത് കൊടിമരം സ്ഥാപിക്കാൻ മതിയായ തുക 3,20,00,000 രൂപ കിട്ടിയിട്ടും പിന്നെ അന്നത്തെ ബോർഡ് 2.5 കോടിയിലേറെ രൂപ പിരിച്ചു എന്ന ഒരു ആക്ഷേപം കൂടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളല്ല. എന്നിട്ട് ആ പണം എവിടെ? ആ പണത്തിനൊക്കെ കണക്ക് കൃത്യമായിട്ടാണോ കൊടുത്തിരിക്കുന്നത്? ഈ വാജിവാഹനം കൊണ്ടുപോയതിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു?
ഇത് പിന്നെ ദേവസ്വം സ്വത്തായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിലനിർത്തണം എന്നുള്ള ദേവസ്വം ഉത്തരവ് എന്തുകൊണ്ട് അന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നിങ്ങനെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ വസ്തുപരമായിട്ടുള്ള മൂല്യമുണ്ട് ഹർഷ, അതുപോലെ വിശ്വാസപരമായിട്ടുള്ള മൂല്യമുണ്ട്, പുരാവസ്തു എന്ന നിലക്കുള്ള മൂല്യമുണ്ട്. അതായത് ഒരു പൊതുസ്ഥലത്ത് ഇത്രമാത്രം ജനലക്ഷങ്ങൾ വന്ന് ആരാധിക്കുന്ന ഒരു ദേവസ്ഥാനത്തിലെ ഒരു പ്രത്യേക വസ്തു എന്നതിന് ഈ അവസാനം പറഞ്ഞ പുരാവസ്തു എന്ന നിലക്കുള്ള മൂല്യവും വളരെ വലുതാണ്. അതിൻ്റെ വസ്തുപരമായ മൂല്യം തന്നെ ഇത് സ്വർണവും തങ്കവും ഒക്കെ പൊതിഞ്ഞിട്ടുള്ള അതിൻ്റെ വസ്തുപരമായിട്ടുള്ള ആ നിലക്കുള്ളൊരു വില ഉണ്ട്, ഒരു രൂപയിൽ കണക്കാക്കാവുന്ന വിലയുണ്ട്. ഈ പറയുന്ന പോലെ വിശ്വാസപരമായ വാജിവാഹനം തന്നെ 10 കിലോയുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ അതായത് നമ്മൾ വെറുതെ അതിനെ വിശ്വാസം ഊരിക്കളഞ്ഞ് അതിനൊരു സാധാരണ പഞ്ചലോഹ സംഗതി എന്ന കണക്ക് കണ്ടാൽ പോലും അതിനൊരു വാല്യൂ ഉണ്ട്. വിശ്വാസപരമായ മൂല്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് ഈ ജനലക്ഷങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുന്ന വിശ്വാസപരമായ മൂല്യം, അതിന് വില രൂപയിലിടാൻ പറ്റില്ല. പുരാവസ്തുപരമായിട്ടുള്ള മൂല്യം എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലത്തെ ഒരു ദേവസ്ഥാനത്തിന് മുകളിൽ നിൽക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ തന്നെ അതിനാവുന്ന നിലക്കുള്ള മൂല്യമുണ്ട്. 10 വർഷം കഴിഞ്ഞാലോ അല്ലെ 100 വർഷം കഴിഞ്ഞാലോ അതിൻ്റെ മൂല്യം എന്നത് അളക്കാൻ പറ്റാവുന്നതല്ല. അവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും മറ്റും പറഞ്ഞിട്ടുള്ള ഈ പുരാവസ്തു കള്ളക്കടത്ത് സംഭവം നടന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ സംശയിച്ചും കൂടുതൽ ആഴത്തിൽ നോക്കിയും പരിശോധിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ സംഗതി ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഇതൊരു വലിയ തട്ടിപ്പായിട്ട് വികസിക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ട്. അത് നിശ്ചയമായിട്ടും കോടതിക്കുമുണ്ട്. ഈ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാവുന്ന കോടതിക്കും ആ ഒരു ആശങ്കയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തെരഞ്ഞെടുപ്പും അതിൻ്റെ മുന്നിലുള്ള പ്രചാരണ കോലാഹലങ്ങളൊക്കെ കഴിയും. പോറ്റിയെ കയറ്റിയ പാട്ട് 2 പക്ഷവും അല്ലെങ്കിൽ 3 പക്ഷവും ഒരുപക്ഷെ പാടും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇത് വളരെ സജീവമായിട്ടൊരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണിത് എന്ന് ഇനിയും സംശയം വേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ പ്രതി ചേർത്തത് 16 പേരെയാണ്. അതിൽ 11 പേരും അഴിക്കുള്ളിലായി. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പൂർണ്ണ തൃപ്തരാണ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ അനുകൂല നിലപാടല്ല ദേവസ്വം ബെഞ്ച് ഇന്ന് സ്വീകരിച്ചത്. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്ന സാഹചര്യത്തിൽ SIT അന്വേഷണത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാകും എന്നാണ് അറിയാനുള്ളത്. കോടതി നിർദ്ദേശപ്രകാരം മുൻ ഭരണസമിതികളും അവരുടെ ഇടപെടലുകളുമെല്ലാം അന്വേഷണ പരിധിയിലേക്ക് വരുന്നതോടെ കൂടുതൽ ചെമ്പ് തെളിയും എന്നുറപ്പാണ്.